നമസ്കാരം. എറണാകുളത്തപ്പൻ്റെ ഉത്സവം പരിപൂർണമായും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഓരോരോ ഘടകങ്ങളെ നമ്മളിവിടെ എടുത്തു പറഞ്ഞു. ഓരോ സമാഹരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ചേർച്ചയും അതിൻ്റെ തന്നെ ആ ചേരുവകളെക്കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ഒന്നു മാത്രം വിട്ടുപോയി, അതുകൊണ്ട് അതും കൂടി ഒന്ന് നികത്തുകയാണ്. കാരണം ആനയാണ് ഉത്സവത്തിൻ്റെ ആകർഷണീയമായ മറ്റൊരു പ്രധാന ഘടകം. അതുപോലെ തന്നെ മേളവും. ഈ മേളവും ആളും ആരവും ഒക്കെ പറയുമ്പോൾ നമ്മൾ ആനയും അമ്പാരിയും മേളവും ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഒരു മഹോത്സവമാകുന്നത്. അപ്പോൾ ആ മഹോത്സവം നമ്മളിലേക്ക് വർണ്ണാഭമായ ഒരു ആനന്ദം പകർന്നു തരുമ്പോൾ അത് എത്രമാത്രം അതിൻ്റെ പിന്നിൽ ഒരു കൂട്ടം പ്രവർത്തകരുണ്ട്, അതെങ്ങനെയാണ് അവരത് സംഘടിപ്പിക്കുന്നത്, അതിൻ്റെ സംഘാടന മികവ്, അതിൻ്റെ വിന്യാസം, ഇതൊക്കെയാണ് പ്രധാനമായ ഘടകം. അപ്പോൾ ഇത്തവണ ഈ ഉത്സവത്തിന് ആനകൾ എത്ര എണ്ണമുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ എഴുന്നള്ളിപ്പ് രീതികൾ, ഏതൊക്കെ രീതിയിലാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്, പിന്നെ മേളക്കാരുടെ വിന്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു രൂപരേഖ നമുക്ക് അറിയാനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള ശ്രീ ആദിത്യനെ നമുക്ക് ക്ഷണിക്കാം. ആദിത്യൻ, നമസ്കാരം. നമ്മുടെ പ്രസിദ്ധമായ എറണാകുളത്തപ്പൻ്റെ ഉത്സവം ഈ പുതുവർഷത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആകാംക്ഷയോടുകൂടി ആസ്വാദകർ കാത്തിരിക്കുകയാണ് ഈ ഉത്സവത്തിൻ്റെ എന്താ പറയുക, അതിൽ പങ്കെടുത്ത് അതിൻ്റെ ചാരുത അനുഭവിച്ചറിയാൻ. അപ്പോൾ അതിലേറ്റവും ആകർഷണീയമായ ഘടകമാണ് ആന. അപ്പോൾ ഇത്തവണ നമ്മൾ ഉത്സവത്തിന് എത്ര ആനകളെയാണ് അണിനിരത്തുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചിട്ടപ്പെടുത്തലും ക്രമീകരണങ്ങളും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് സംവദിക്കാം. പറഞ്ഞോളൂ. എറണാകുളം ശിവക്ഷേത്രത്തിൽ ഏറ്റവും ആകർഷണീയമായ രണ്ട് ഘടകം എന്ന് പറയുന്നത് ആന എഴുന്നള്ളിപ്പും മേളവുമാണ്. ഇപ്പോൾ 1-ാം ദിവസം മുതൽ 8-ാം ദിവസം വരെ 7 ആനപ്പുറത്ത് എല്ലാ ദിവസവും ശിവേലി ഉണ്ടായിരിക്കുന്നതാണ്. വലിയ വിളക്ക്, അതായത് പകൽപൂരത്തിന് 11 ആനപ്പുറത്തായിരിക്കും എഴുന്നള്ളിപ്പ് നടക്കുക. എല്ലാ കൊല്ലവും വളരെ മികച്ച ആനകളും മികച്ച മേളക്കാരെയും തന്നെയാണ് ഇവിടെ അണിനിരക്കാറുള്ളത്. അപ്പോൾ ആനകളുടെ കാര്യത്തിലാണെങ്കിൽ ഇത്തവണ പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു, ഈരാറ്റുപേട്ട അയ്യപ്പൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, പഴയന്നൂർ ശ്രീരാമൻ എന്നുള്ള പ്രഗത്ഭരായ മികവാർന്ന ഭംഗിയാർന്ന ആനകളുണ്ട്. ലക്ഷണമൊത്ത ആനകളാണ്. ഇവിടെ അളവിലല്ല പ്രാധാന്യം, ആനകളുടെ ഭംഗിക്കും അതിൻ്റെ ഒരു ഭംഗിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അല്ലാണ്ട് അളവിനോ തലയെടുപ്പിനോ അല്ല. ആനകളുടെ ഭംഗി അത് ആസ്വദിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ മേളക്കാരുടെ കാര്യമാണെങ്കിൽ ഇക്കൊല്ലം 1-ാം ദിവസം ശ്രീ പരുവൽ രഘുമാരാർ, അതേപോലെ 2-3 ദിവസങ്ങളിലായിട്ട് ശ്രീ പെരുവനം സതീശന്മാരാർ, പെരുവനം കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, ഇവരുടെയൊക്കെ പ്രഗത്ഭരായുള്ള മേളമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. 1-ാം ദിവസം മുതൽ 8-ാം ദിവസം വരെ രാവിലെ ശിവേലി ഉണ്ടായിരിക്കുന്നതാണ് 7 ആനപ്പുറത്ത്. അതേപോലെ 2-ാം ദിവസം മുതൽ 5-ാം ദിവസം വരെ വൈകുന്നേരം 7 ആനപ്പുറത്ത് കാഴ്ച ശിവേലി ഉണ്ടായിരിക്കുന്നതാണ്. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ, അതായത് വലിയ വിളക്ക് ദിവസം വരെ രാത്രി വിളക്കെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാന ദിവസം എന്ന് പറയുന്നത് ചെറിയ വിളക്ക് ദിവസം, വലിയ വിളക്ക്, ആറാട്ട് എന്ന ദിവസങ്ങളിലാണ്. ഈ 3 ദിവസമാണ് പ്രധാന ദിവസങ്ങൾ. അതിൽ വലിയ വിളക്ക് ദിവസമാണ് 11 ആനപ്പുറത്ത് ഭഗവാന്റെ വർണ്ണാഭമായ എഴുന്നള്ളിപ്പാണ്. ദർബാർ ഹാൾ മൈതാനിയിൽ കുടമാറ്റമടക്കം വർണ്ണാഭമായ പരിപാടികളാണ്. വെടിക്കെട്ട് തുടങ്ങിയ എല്ലാ ആകർഷണീയമായ എല്ലാ ചേരുവകളും ഉള്ള ഒരു ഗംഭീരമായ പരിപാടിയാണ്. എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ എല്ലാ നിയമ നടപടികളും പാലിച്ച് ഫോറസ്റ്റിൻ്റെ ആയാലും ബാക്കി എല്ലാ ആൾക്കാരുടെ സജ്ജീകരണം എല്ലാമായാലും വളരെ നല്ല രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്തജനങ്ങളും അതിനനുസരിച്ച് നമ്മളോട് കൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വളരെ അത്യധികം ആകർഷണീയമായ ആനയെഴുന്നള്ളത്തും അതുപോലെ തന്നെ പ്രഗത്ഭമതികളായിട്ടുള്ള മേളാചാര്യന്മാരെ കൊണ്ട് അണിനിരത്തിയിട്ടുള്ള മേളങ്ങളും അതുപോലെ തന്നെ ആകർഷണീയമായ മറ്റെല്ലാ ഘടകങ്ങളും, കുടമാറ്റം, അതുപോലെ തന്നെ വർണ്ണാഭമായ ആനച്ചമയങ്ങൾ, ഇതെല്ലാം തന്നെ ആസ്വദിക്കുവാനുള്ള ഒരു അവസരമൊരുക്കുന്ന ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് ഈ എറണാകുളത്തപ്പൻ്റെ മഹോത്സവം. അതിൽ എഴുന്നള്ളത്തുകളിൽ അണിനിരക്കുന്ന ആനകളെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ലക്ഷണമൊത്ത തലയെടുപ്പുള്ള മൂല്യമുള്ള താരമൂല്യമുള്ള ആനകളെ തന്നെയാണ് ഇവിടെ അണിനിരത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു മഹത്തായ ആസ്വാദന ശേഷിയുള്ള നമുക്കേവർക്കും പ്രിയപ്പെട്ട ഈ ഉത്സവം ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. എല്ലാ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഈ ഉത്സവത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് നമുക്ക് അന്തണ്ണെ വിളിക്കാം. ഈ ദേശനാഥൻ്റെ ഉത്സവം, എറണാകുളത്തപ്പൻ്റെ ഉത്സവം ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. തീർച്ചയായും യാതൊരു സംശയവുമില്ല. ചെറുപ്പകാലം തൊട്ടേ ഇവിടെ ഉത്സവത്തിന് വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയോത്സവം, ആ സംശയമേ ഇല്ല. അത് എത്രയും നന്നാക്കുക. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാട്ട് ഈ തവണ കുറച്ചുകൂടി ഗംഭീരമാക്കുന്നുണ്ട്. ഇത് ആനകളിലാണെങ്കിലും മേളപ്രമാണികളാണെങ്കിലും പ്രോഗ്രാമാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ തവണ വ്യത്യാസം എന്ന് വെച്ചാൽ 8 ദിവസവും ഇവിടെ അന്നദാനം ഉണ്ട്. അതൊരു പ്രത്യേക വിശേഷം തന്നെയാണ്.
ഇതിനെല്ലാം എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം നടത്തുന്നത് ഇവിടെ. അതിന് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണം. അതേമാതിരി ദേശനാഥൻ്റെ നമ്മുടെ ഈ തിരുവുത്സവം വൻ വിജയമാക്കാൻ എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്ത് അതും കൂടി വേണം. അതും കൂടി ഉണ്ടെങ്കിലേ ദേശനാഥൻ്റെ ഉത്സവം പൂർണ്ണമാവുള്ളൂ. കഴിഞ്ഞ തവണത്തെക്കാട്ട് ചിലവ് കൂടുതലാണ്, ബഡ്ജറ്റ് കൂടുതലാണ്. എല്ലാവരും സഹകരിക്കണം. മടിച്ചു നിൽക്കാതെ മുമ്പോട്ട് വന്ന് അമ്പലത്തിൽ വന്ന് തന്നെ എല്ലാവരും അതിന് എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള സഹായ സഹകരണ സാമീപ്യ സാന്നിധ്യങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് അകമഴിഞ്ഞ പ്രാർത്ഥനകളോടെ ക്ഷേത്ര മീഡിയയും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നിങ്ങളാണ് ഈ ഉത്സവത്തിൻ്റെ എല്ലാമായിട്ടുള്ള ഘടകം. അതുകൊണ്ട് ജനപങ്കാളിത്തം, ഭക്തജന സാന്നിധ്യം അതില്ലെങ്കിൽ ഉത്സവമില്ല, ആരവങ്ങളില്ല, ഒന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുക എന്ന ഒരു അഭ്യർത്ഥനയും പ്രാർത്ഥനയും മുന്നോട്ട് വയ്ക്കുന്നു ഈ ഉത്സവത്തിൻ്റെ ഭാരവാഹികളും എല്ലാവരും. അതുകൊണ്ട് തന്നെ ക്ഷേത്ര മീഡിയ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ ഉത്സവം, ഈ എറണാകുളത്തിൻ്റെ പ്രത്യേകിച്ച് ദേശനാഥനായ ശ്രീ മഹാദേവൻ്റെ ഉത്സവം അതിഗംഭീരമായ ഒരു തിരുവുത്സവമാക്കി മാറ്റാൻ നിങ്ങളേവരെയും വളരെ ഹാർദവമായി ഈ ഉത്സവത്തിലേക്ക് ക്ഷേത്ര മീഡിയ ഈ കമ്മിറ്റിക്ക് വേണ്ടിയും കൊച്ചിൻ ദേവസ്വം ബോർഡിന് വേണ്ടിയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.